മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ സ്വകാര്യ സന്ദർശനം. ആ സ്വകാര്യ സന്ദർശനത്തിൽ കോൺസുലേറ്റ് ബന്ധത്തിനായി ശിവശങ്കറെ ചുമതലപ്പെടുത്തുന്നു. ആ പരിചയപ്പെടുത്തലിൽ സ്വപ്ന ശിവശങ്കർ ബന്ധം തുടങ്ങുന്നു. ദേശീയ ശ്രദ്ധയിലെത്തിയ വിവാദ സംഭവങ്ങളുടെ പ്രഭവ കേന്ദ്രം അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാകുന്നു. സ്വന്തം വിശ്വസ്തന്റെ വൻ പതനത്തിനും അതുവഴി സ്വന്തം സർക്കാർ തന്നെ സംശയ നിഴലിൽ ആയതിനും തുടക്കം മുഖ്യമന്ത്രിയുടെ ഈ ആശീർവാദം എന്നത് വന്നു ഭവിച്ചതാണെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ കൗതുകകരമാണ്. സ്വപ്ന ഇഡിക്ക് നൽകിയ മൊഴിയിലാണ് ക്ലിഫ് ഹൌസിലെ ഈ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ സ്വപ്ന ശിവശങ്കർ ബന്ധത്തിന്റെ തുടക്കവും വിവരിക്കുന്നത്. ഓഫീസിലും വീട്ടിലുമൊക്കെ UAE കോൺസൽ ജനറലിനൊപ്പം മുഖ്യമന്ത്രിയെ കണ്ട സ്വപ്ന സ്പേസ് പാർക്കിലെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞു തന്നെയാണെന്ന് ആവർത്തിക്കുന്നു. തന്നെ മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാമെന്നും അവർ പറയുന്നു. ചുറ്റും നടക്കുന്നതൊന്നും അറിയാത്ത ഒരു ഭരണാധികാരിയെയും ഒരാളെ അറിയില്ലെന്ന് കള്ളം പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയെയും കേരളമാകെ വലിച്ചു കീറുകയായിരുന്നു സോളാർ സമരകാലത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അന്നത്തെ പ്രതിപക്ഷം. അതിനെല്ലാം അവർ അടിസ്ഥാനമാക്കിയത് സരിതയുടെ വെളിപ്പെടുത്തലുകളും. അത്രത്തോളം വിശ്വാസയോഗ്യമായി നിരവധി തട്ടിപ്പ് കേസിലെ പ്രതിയായ ഒരു സ്ത്രീയുടെ അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയ വെളിപ്പെടുത്തലുകളെ കണ്ട LDF ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ സ്വപ്ന എന്ന മറ്റൊരു പ്രതി പറയുന്നതെല്ലാം നിരാകരിക്കുന്നത് എന്തുകൊണ്ടാണ്? സോളാർ പോലെ സ്വപ്ന വിവാദവും ക്ലിഫ് ഹൌസിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വീണ്ടും എത്തുകയാണോ?